ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങളുടെ സഹായം കൊണ്ട് ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തി. എങ്കിലും വാച്ച് ടൈം ഇപ്പോഴും വെറും 60 മണിക്കൂർ മാത്രമാണ്. ഈ വീഡിയോ ഒരു 10,000 പേരെങ്കിലും കണ്ടാൽ ഏകദേശം 1000 വാച്ച് അവറെങ്കിലും എത്തും. 4000 എത്തിയാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളുടെ ഒരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ മേപ്പോട്ട് കയറുകയുള്ളൂ. ദയവായി കാണുന്നവരെല്ലാം വീഡിയോ മുഴുവനായി കാണണേ. ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. നിവിൻ പോളിയുടെ ഓണം തൂക്കിയടിയായ ബെഥൽഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും തിയേറ്ററുകളിലും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. വെറും 3 ദിവസം കൊണ്ട് തന്നെ ചിത്രം 30 കോടിയിൽ കൂടുതൽ കളക്ട് ചെയ്തെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നിവിൻ പോളി ആയതിനാലും നാളെ ശനി ഞായർ ദിവസങ്ങളായതിനാലും ചിത്രം ഒരു 100 കോടി എത്തിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 1-2 ആഴ്ചയും കൂടെ ചിത്രം തിയേറ്ററിൽ ഓടുകയാണെങ്കിൽ ഉറപ്പായും മലയാളത്തിലെ ഒരു മെഗാ ബസ്റ്റർ ചിത്രമായി ഇത് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മലയാളത്തിലെ ഒരു ചെറിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് നിവിൻ പോളിയുടെ ബെഥൽഹേം കുടുംബ യൂണിറ്റ്. കുടുംബ യൂണിറ്റ് എന്ന പറയുന്ന പോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ വളരെ ആകാംക്ഷയുടെ മുൻനിരയിൽ നിർത്തുന്ന ഒരു നിവിൻ പോളി ചിത്രമാണ് ഇത്. പഴയ നിവിൻ പോളിയെ ഈ ഓണക്കാലത്ത് മലയാളികൾക്ക് തിരിച്ചു കിട്ടി എന്ന സന്തോഷത്തിലാണ് ഓരോരുത്തരും. പണ്ട് തൊട്ടേ ഓണം തൂക്കിയടിക്കാൻ നിവിൻ പോളി കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ മറ്റാരും. പ്രേമവും അതുപോലെ തന്നെ ആക്ഷൻ ഡ്രാമയും ഇതിന് ഉത്തമ ഉദാഹരണമാണ്. പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മുതൽ ഓണത്തിനെല്ലാവരും കറുത്ത ഡ്രസ്സ് ഒരു ട്രെൻഡാക്കി മാറ്റിയത് നിവിൻ പോളി കാരണമാണ്. അതുപോലെ തന്നെ വേറൊരു ഓണത്തിനാണ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന ചിത്രം ഇറങ്ങുന്നത്. ഓൺ ദ ഫ്ലോർ ബേബി എന്ന ഗാനമായിരുന്നു ആ നാളുകളിൽ ഓണക്കാലത്ത് തൂക്കിയടിച്ചത്. എന്നാൽ ഈ ഓണത്തിന് തൂക്കിയടിക്കാനായി നിവിൻ പോളി ഒരു കുടുംബ ചിത്രവും ഒരു കോമഡി മിക്സ് ചെയ്ത ചിത്രവുമായി പിന്നെയും മലയാളി പ്രേക്ഷകർക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് നൽകി അനുഗ്രഹിക്കുകയാണ്. നിവിൻ പോളിയുടെ ഈ ചിത്രം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആളുകൾ പറയുന്നത് പോലെ ഈ ഓണം നിവിൻ പോളി തൂക്കിയടിക്കുമോ? കേരളത്തിലെ പ്രമുഖ നായകന്മാർ ഒന്നിച്ചഭിനയിക്കുന്ന ഖലീഫ, പൃഥ്വിരാജ് പ്രധാന കഥാപാത്രമായി എത്തുന്ന ചിത്രവും ഈ ഓണത്തിന് തിയേറ്ററുകളിൽ വൻപൻ കളക്ഷൻ നേടുന്നുണ്ട്. ആ ചിത്രവും ഈ ചിത്രവുമായി കമ്പയർ ചെയ്യുമ്പോൾ ബെഥൽഹേം കുടുംബ യൂണിറ്റാണ് കൂടുതൽ നല്ലതെന്ന് ആളുകൾ പറയുന്നു. തൊട്ടു മുന്നാലെ ഇറങ്ങിയ പ്രേമലു എന്ന ചിത്രം വളരെ വൈറലായിരുന്നു. നിരവധി ഭാഷകളിലാണ് ആ ചിത്രവും റിലീസായത്. പ്രേമലുവിന് വൻപിച്ച ഹിറ്റാണ്. വൻപിച്ച കളക്ഷനും മലയാളത്തിലും ഇന്ത്യ ഒട്ടാകെ ലഭിച്ചു. അതേ യൂണിറ്റ് തന്നെയാണ് ഇപ്പോൾ ബെഥൽഹേം കുടുംബ യൂണിറ്റ് എന്ന ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത്. പ്രേമലുവിനേക്കാൾ വളരെ നല്ല സിനിമയാണ് ബെഥൽഹേം കുടുംബ യൂണിറ്റ് എന്നാണ് ആളുകളുടെ അഭിപ്രായം. നായകൻ നിവിൻ പോളിയും നായിക മമിത ബൈജുവും ആകുമ്പോൾ ആ പറയുന്നതിൽ യാതൊരു സംശയവും വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ഈ ഓണക്കാലത്ത് ഫാമിലിയുമായി ഒന്നിച്ചു പോയി കാണാൻ പറ്റിയ നല്ലൊരു സിനിമ നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ബെഥൽഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിന് കയറാവുന്നതാണ്. വയലൻസ് ഇല്ലാതെ സന്തോഷം മാത്രം നൽകുന്ന ഒരടിപൊളി ഫാമിലി എൻ്റർടൈൻ മൂവി ആയിരിക്കും നിവിൻ പോളിയുടെ ബെഥൽഹേം കുടുംബ യൂണിറ്റ് എന്ന ഈ ചിത്രം. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പുത്തൻ പുതു സിനിമ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു.